ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 1 ഇയറിന് അടുത്തായി. അതുവരെ തുറന്ന് കണ്ടിട്ടില്ല. ഇവിടെ മറ്റ് യാതൊരു തരത്തിൽപ്പെട്ട ഫ്ലെക്സോ അല്ലെങ്കിൽ ബോർഡോ ഒന്നുമില്ല. മറിച്ച് ഇവിടെ ഒരു വെള്ള പേപ്പർ ഇവിടെ ചുവരിൽ ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. ഷട്ടർ തുറന്നിട്ട് തന്നെ നാളുകളായി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സ്ഥാപനത്തിലാണോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ ടിക്ക് നിക്ഷേപ പങ്കാളിത്തമുള്ളത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇവിടെ ഇപ്പോൾ ഉയരുന്ന ചോദ്യം. നമസ്കാരം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വലിയ നിലയിൽ പുരോഗമിക്കുമ്പോൾ വാർത്തകളിൽ നിറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ ടി വീണയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്ന സ്ഥാപനമാണിത്. ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതൊരു കടലാസ് കമ്പനിയാണോ എന്ന മറ്റുള്ള ചോദ്യങ്ങൾ ഏറെ നാളുകളായി ഉയർന്നു കേൾക്കുന്നുണ്ട്. നമ്മൾ ആ സ്ഥാപനത്തിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ ആ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് പന്തീരങ്കാവിലുള്ള ഒരു കെട്ടിടത്തിലാണ്. അതിന്റെ അഡ്രസ്സായി കാണിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. എന്റെ ഈ പിറകിൽ കാണുന്ന ഈ കെട്ടിടം, ഇത് പന്തീരങ്കാവ് മണക്കടവ് റോഡിന് വശത്ത് തന്നെ ഉയർന്നു നിൽക്കുന്ന ഈ 2 നില കെട്ടിടത്തിന്റെ 1ാം നിലയിലെ ആ കാണുന്ന മുറികളാണ് ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്ക് എന്ത് തന്നെയായാലും ആ സ്ഥാപനത്തിനകത്തേക്ക് കയറി അതിന്റെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. നമ്മൾ ഇവിടെ മുകൾ നിലയിലേക്ക് കയറുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന 2 ഷട്ടറുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 2 ഷട്ടറുകളും ഏറെ നാളായി അടച്ചിട്ടിരിക്കുന്ന ഒരു പ്രതീതിയാണുള്ളത്. പിന്നീട് ഇവിടെ കാണുന്നത്, ഇവിടെ മറ്റ് യാതൊരു തരത്തിൽപ്പെട്ട ഫ്ലെക്സോ അല്ലെങ്കിൽ ബോർഡോ ഒന്നുമില്ല. മറിച്ച് ഇവിടെ ഒരു വെള്ള പേപ്പർ ഇവിടെ ചുവരിൽ ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. ആ വെള്ള പേപ്പറിനകത്ത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ, ഫസ്റ്റ് ഫ്ലോർ, ബൈത്തുൽ മുബാറക് ബിൽഡിംഗ്, ഡോർ നമ്പർ, പൂളങ്കര, പന്തീരങ്കാവ് എന്നിങ്ങനെയുള്ള രീതിയിൽ അതിന്റെ അഡ്രസ്സും അതുപോലെ തന്നെ GST നമ്പറും എല്ലാം എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഒരു സ്ഥാപനം ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഈ തറയിലൊക്കെ വീണ് കിടക്കുന്ന പാഴിലകൾ പോലും നീക്കുന്നതിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഷട്ടറിനടിയിൽ പോലും ഇലകളും മറ്റും വീണ് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിട്ട് തന്നെ നാളുകളായി, അതായത് ഈ ഒരു ഷട്ടർ തുറന്നിട്ട് തന്നെ നാളുകളായി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സ്ഥാപനമാണ് ഈ ലേക്കർ ഇന്ത്യ എന്നുള്ള പേരിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന 2 ഷട്ടറുകളാണ്. അതായത് കഴിഞ്ഞ കുറെ കാലമായി തുറന്ന് പ്രവർത്തിക്കാത്ത മട്ടിലുള്ള 2 ഷട്ടറുകളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു സ്ഥാപനത്തിലാണോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ ടിക്ക് നിക്ഷേപ പങ്കാളിത്തമുള്ളത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇവിടെ ഇപ്പോൾ ഉയരുന്ന ചോദ്യം. 2023 ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ മുഖ്യ നടത്തിപ്പുകാരിയായി രേഖകളിൽ കാണുന്ന പേര് ടി വീണയുടേതാണ്. കോഴിക്കോട് സ്വദേശിയായ ഒരു ഡോക്ടർ അനീസും ഇത്തരത്തിൽ ഇതിന്റെ പാർട്ട്ണറായി ഉണ്ടെങ്കിൽ പോലും അതിന്റെ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടത്തിപ്പുകാരിയായി കാണുന്നത് ടി വീണയുടെ പേരാണ്. ആ സ്ഥാപനമാണ് ഇപ്പോൾ ഇവിടെ അടഞ്ഞു കിടക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ആ 1ാം നിലയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥാപനം, അതിന്റെ നേരെ എതിർവശത്തുള്ള ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരി നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 2 ഷട്ടറുകൾ, അത് ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെയാണെന്നാണ് പറയുന്നത്. അത് എപ്പോഴും പ്രവർത്തിച്ച് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 1 ഇയറിന് അടുത്തായി. അതുവരെ തുറന്ന് കണ്ടിട്ടില്ല. ഈ ഒരു വർഷത്തിനിടെ തുറന്നിട്ടില്ല? തുറന്ന് കണ്ടിട്ടില്ല. എപ്പോഴും ഇത് അടഞ്ഞു തന്നെയാണ് കിടക്കുക? ഞാൻ മുന്നേ ഒരു 3 വർഷം മുന്നേ ഇവിടെ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇടയ്ക്ക് വന്ന ആള് എടുത്തു കൊണ്ടുപോകുന്നത്, സാധനം വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അന്നേരം കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അടുത്തൊന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞൊരു വർഷമായിട്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ടേ ഇല്ല, തുറന്നു പ്രവർത്തിക്കുന്ന കണ്ടിട്ടില്ല. ഈ കെട്ടിടത്തിൽ തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ പെൺകുട്ടി പറഞ്ഞത് പ്രകാരം ആ പെൺകുട്ടി കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ കെട്ടിടത്തിൽ തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. എന്നാൽ ഈ ഒരു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന പേരിലുള്ള ആ വെളുത്ത പേപ്പർ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ആ 2 ഷട്ടറുകൾ തുറക്കുന്നതോ അതിന് അകത്ത് ആരെങ്കിലും ജോലി ചെയ്യുന്നതായോ താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടി
പറയുന്നത് ഇത്തരത്തിൽ മാസപ്പടി കേസിൽ അന്വേഷണം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ ടി വീണയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി സ്വാഭാവികമായും അതൊരു ഷെൽ കമ്പനി അഥവാ കടലാസ് കമ്പനിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല. മുൻ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിലടക്കം ഇത്തരത്തിൽ ഭാര്യയുടെ പേരിലുള്ള ഈ സ്ഥാപനം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതാണ് ഇപ്രകാരം അടഞ്ഞു കിടക്കുന്നതായി, അതായത് കാലങ്ങളായി ആരും തുറക്കാത്ത രീതിയിൽ അടഞ്ഞു കിടക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിന്റെ പേര് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ടി വീണയുടെ പേരിലുള്ള ലേക്കർ ഇന്ത്യയുടെ സ്ഥാപനം ഇപ്രകാരം അടഞ്ഞു കിടക്കുന്ന 2 ഷട്ടർ മുറികൾ മാത്രമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി അത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം.